മതേതരത്വം കാത്തുസൂക്ഷിച്ച ഒരേയൊരു പാർട്ടി മുസ്ലിം ലീഗാണെന്നും അത് രാജ്യവും സമൂഹവും അംഗീകരിച്ചതാണെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല പറഞ്ഞു. കുറ്റ്യാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി പി അഹമ്മദ് മാസ്റ്റർ, ആർ യൂസഫ് ഹാജി അനുസ്മരണവും പ്രതിനിധി സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ ശക്തി നേടിയെടുത്തിട്ടുള്ള അന്തസ്സാർന്ന ജീവിതം കൈവരിക്കാൻ നമുക്ക് സാധിച്ചെന്നും പട്ടിണിയിൽ നിന്നും പ്രയാസത്തിൽ നിന്നും സമുദായത്തെ ഉന്നമനത്തിൽ എത്തിക്കാനും ലീഗിന് സാധിച്ചിട്ടുണ്ടെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല പറഞ്ഞു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള അനുസ്മരണ പ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ വടകര താലൂക്കിൽ വളർത്തിയെടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തെ സ്നേഹിക്കുന്നതോടൊപ്പം മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്നതിലും ഇരുവരും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് പാറക്കൽ അബ്ദുള്ള പറഞ്ഞു. നിയോജക മണ്ഡലം പ്രസിഡന്റ് നൊച്ചാട് കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മഹൽ ഗാസി CS അബ്ദുസലാം ഭാഗവി പ്രാർത്ഥന നിർവഹിച്ചു. മലപ്പുറം ജില്ലാ ലീഗ് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം പുത്തൂർ മുഖ്യപ്രഭാഷണം നടത്തി. ഇ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, ചുണ്ടയിൽ മൊയ്തു ഹാജി, CM അഹമ്മദ് മൗലവി, MK ഇബ്രാഹിം ഹാജി, കുന്നോത്ത് അഹമ്മദ് ഹാജി, PK ബഷീർ, CV അഹമ്മദ് ഹാജി, MP ഷാജഹാൻ, E തറുവൈ ഹാജി, KC കുഞ്ഞബ്ദുള്ള ഹാജി, അഡ്വക്കേറ്റ് PT ഇല്യാസ്, യൂനുസ് രാമത്ത്, ഹാരിസ് മുറിച്ചാണ്ടി, പുത്തലത്ത് ഇബ്രാഹിം, MK റഫീഖ്, AP ഫൈസൽ, റസാഖ് മാസ്റ്റർ, ഹക്കീം ഫൈസി, പോയത്ത് അബ്ദുറഹ്മാൻ P, അന്ത്രു ഹാജി, സൂപ്പി മാസ്റ്റർ, അനസ് കടലാട്ട്, മനാഫ് കുറ്റ്യാടി, അബ്ദു മാസ്റ്റർ, മൻസൂർ എടവലത്ത്, MP അസീസ് എന്നിവർ പ്രസംഗിച്ചു. ചന്ദ്രിക ക്യാമ്പയിന്റെ കുറ്റ്യാടി മണ്ഡലം തല ഉദ്ഘാടനം വടകര താലൂക്കിലെ മതവിദ്യാഭ്യാസ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് ഇ തറുവൈ ഹാജിക്ക് നൽകി ഉമ്മർ പാണ്ടികശാല നിർവഹിച്ചു. കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല ക്ഷീര കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട KP കുഞ്ഞബ്ദുള്ളയെ പാറക്കൽ അബ്ദുള്ള ആദരിച്ചു. ജനറൽ സെക്രട്ടറി VP കുഞ്ഞഹമ്മദ് മാസ്റ്റർ സ്വാഗതവും സെക്രട്ടറി PTK മുഹമ്മദ് അലി നന്ദിയും പറഞ്ഞു. നമ്മുടെ രാഷ്ട്രത്തെ, നമ്മുടെ സംഘടനയെയും നമ്മുടെ സംവിധാനങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതിൽ പുതിയ മാർഗങ്ങളൊന്നും അനിവാര്യമായി വന്നു എന്നാരും കരുതുന്നില്ല. ചിലരൊക്കെ അങ്ങനെ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില അറബ് പദങ്ങളോടൊക്കെ ചിലർക്ക് വിരോധം തുടങ്ങിയിട്ടുണ്ട്. അറബ് പദങ്ങളോട് ഏതെങ്കിലും മുസ്ലിം സംഘടനക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് മാത്രമാണ് എന്ന സത്യം നമ്മൾ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിയാത്തവരെ തിരിച്ചറിയിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ സംഘടന ഈ രൂപത്തിൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള സമാധാനവും ഈ രൂപത്തിൽ കലുഷിതാവുന്ന സ്ഥലമാണ്. എല്ലാ കാലത്തും നാദാപുരത്തെ പ്രശ്നമാണ്. ആ നാദാപുരത്തിന്റെ ഒരു പോക്കറ്റാണ് കുന്നുമൽ. എല്ലാവർക്കും അറിയാം. അപ്പുറം ഇപ്പുറമൊക്കെ നാദാപുരത്താൽ ചുറ്റപ്പെട്ടത്. എന്നാൽ ഈ കുഴപ്പമൊക്കെ ഉണ്ടായാലും കുന്നുമ്മൽ ശാന്തിയും സമാധാനം ഒരിക്കലും അവിടെ പ്രശ്നമാണ്. നമ്മൾ പരിശോധിക്കേണ്ട ഒരു വസ്തുതയാണ്. കുന്നുമ്മൽ എപ്പോഴും വളരെ ശാന്തം. അത് അഹമ്മദ് മാഷ് ഒരു നിലപാട് തന്നെ. അപ്പൊ ആ ലീഡർഷിപ്പ് എന്താണ് എന്നുള്ളത് പറയേണ്ടില്ല. ചില കാര്യങ്ങൾ മാത്രം നമുക്ക് പരിശോധിച്ചാൽ ബോധ്യം. അത്രയേറെ സ്വാധീനിച്ച ഒരു മനുഷ്യ ആ പ്രദേശത്ത്. മറ്റെവിടെയില്ല. അവിടെ പോയാൽ വെള്ളിയാഴ്ച അഹമ്മദ് മാഷ പ്രസംഗം ഉണ്ട്. അവിടെ ആ പള്ളിയിലെ പ്രസംഗത്തിൽ ദീപം ഉണ്ടാവും, ഉണ്ടാവും, പൊതുകാര്യങ്ങൾ ഉണ്ടാവില്ല.